രതീഷ് ചക്രപാണി, ആദ്യം ഇത് മാസപ്പടി കേസായിരുന്നു, പിന്നീട് GST അടച്ചിട്ടില്ല എന്ന് പറയുന്നു, പിന്നീട് അങ്ങനെ ഓരോ ഘട്ടത്തിലും പല വിധത്തിലും മാറിയും മറിഞ്ഞും കാര്യങ്ങളെ വിശദീകരിച്ചു. പിന്നീട് റെയ്ഡായി, അതിനുശേഷം പല വിധത്തിലും ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ഇതിൻ്റെയൊക്കെ സോഴ്സ് ഒരു പക്ഷേ ED ആണ് എന്ന് തന്നെ സംശയിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളുമുണ്ട്, ഏറ്റവും ഒടുവിൽ ഇറക്കുന്ന വാർത്താക്കുറിപ്പ് അടക്കം. ഇനി ഇപ്പോൾ ഇത് ഹവാല കേസാണ്. എന്തൊക്കെയാണ് ഈ കേസിൽ പ്രധാനമായും നാം പ്രഥമ ദൃഷ്ട്യാ കാണേണ്ട കാര്യങ്ങൾ? ഇതിൻ്റെ പുതിയ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിംഷാദെ, ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പത്രക്കുറിപ്പ് ഇറക്കിയ ദിവസം നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമത്തിനൊക്കെ തന്നെ CPM-നെ വേട്ടയാടാൻ വേണ്ടി എറിഞ്ഞിട്ട് കൊടുത്ത ഒരു എല്ലിൻ കഷ്ണമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇത് അനിത സാധാരണമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഖാവ് കൂടി പറഞ്ഞിരുന്നു ഇത് ഞാൻ പറഞ്ഞ അതേ കാര്യം. അതായത് ഈ പറയുന്ന ഡോട്ടർ ഓഫ് ശ്രീ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ വെച്ച് നിർത്തിയത് മോശമായി പോയി എന്നാണ് എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോട് പറയാനുള്ളത്. ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള സ്റ്റേറ്റ് അസംബ്ലി എന്നും പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്ത് ഇന്ന ഭാഗത്ത് മറുകുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആളെ കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു വഴിയൊരുക്കേണ്ടതായിരുന്നു. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിലേക്ക് വന്നാൽ എന്താ, എവിഡൻസസ് റിലേറ്റിംഗ് ടു ദ ട്രാൻസ്ഫർ ഓഫ് മണി യൂസിങ് ഹവാല ചാനൽസ് ആർ ഫൗണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന അതായത് എവിഡൻസ് തെളിവ് കിട്ടിയിരിക്കുന്നു എന്നാണ്. ഏത് ഹവാല ഇതിന് വേണ്ടിയിട്ട്. എങ്കിൽ പിന്നെ അറസ്റ്റ് നടക്കണ്ടേ, ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ടേ, അതൊന്നും പോയിട്ടില്ല. അടുത്ത വാചകമുണ്ടാ, വീണ വാസ് ഹാൻഡ്ലിംഗ് ബിയോണ്ട് ദ നോൺ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വീണ ഈ പറയുന്ന നോൺ സോഴ്സ് ഓഫ് ഇൻകം, അവരുടെ അറിയപ്പെടുന്ന സോഴ്സുകളിൽ നിന്നുള്ള ഇൻകത്തേക്കാൾ കൂടുതൽ പണം അവർ കൃത്യമായി ഡീല് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പിൽ വെറുതെ അങ്ങോട്ട് യാതൊരു വിധ തെളിവുകളില്ലാതെ അതിന്മേൽ നടപടിയൊന്നും എടുക്കാതെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. ഇനി ഈ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം എന്താണെന്ന് താങ്കൾക്കറിയോ? ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തക, ഇപ്പോൾ സുരേഷ് ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തക മറ്റൊരു മാധ്യമത്തിലിരുന്ന് ചോദിക്കുകയാണ്, ഇപ്പം പിണറായി വിജയനെ വേട്ടയാടേണ്ട എന്ത് ആവശ്യമാണുള്ളത്? കാരണം എന്താ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ, അപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമില്ലല്ലോ, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എങ്ങനെ വേട്ടയാടുമെന്നാണ്. എന്തൊരു അസംബന്ധമായ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കണം. അടുത്ത 5 കൊല്ലത്തിനിടക്ക് CPM എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി കൂടി തകർക്കാനും അതുവഴി അവർ പ്രതീക്ഷിക്കുന്നത്രയും വോട്ടുകൾ CPM-ൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനും വേണ്ടി ഒരു രാഷ്ട്രീയ ചട്ടുകമായി ഇത് ഉപയോഗിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, വെസ്റ്റ് ബംഗാളിൽ, ഒഡീഷയിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയെ തകർത്തത്, ഇതെല്ലാം തന്നെ ഇങ്ങനെയാണ്. അതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI ആണെങ്കിൽ CBI, ഇത്തരത്തിൽ പല ഏജൻസികളെ ഉപയോഗിക്കുകയാണ്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBI-യെയോ ഇൻകം ടാക്സിനെയോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് CPM-ൻ്റെ ഒരു നേതാവിനെ വേട്ടയാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ച് കണ്ടെത്തിയ ഒരു മാർഗമെന്ന് പറയുന്നത് 182 കോടി രൂപയിൽ ബാക്കി 2.25 കോടി രൂപയുടെ കണക്ക് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കി 179 കോടിയും പോട്ടെ എന്ന് വിചാരിച്ച് വിശാലമായ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 7 തവണ വീണയുടെ പേര് പരാമർശിക്കുന്ന ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. അതിൽ തന്നെ ദുസ്സൂചനകളോടുകൂടി 9 സ്ഥലത്ത് റെയ്ഡ് നടത്തി. പക്ഷേ ഇതിൽ എവിടെയാണെന്നറിയാതെ വീണയെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദുസ്സൂചനകളോടുകൂടി കൃത്യമായിട്ടൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായി ED പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ CPM-ന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM യഥാർത്ഥത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യം, വീണയല്ലേ പാർട്ടി സഖാവൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ മകളാണെന്നല്ലേ ഉള്ളൂ, അപ്പോൾ അവരുടെ കാര്യം വ്യക്തിപരമായി അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇവർ പറയും ഓക്കെ CPM-ന് മറുപടിയില്ല, ഇതാ CPM മിണ്ടാതിരിക്കുന്നു, CPM എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത് എന്ന് ചോദിക്കും. ഇനി നേരെ തിരിച്ച് വീണയെ ന്യായീകരിക്കാനോ അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും CPM-കാരൻ വന്നാൽ ഉടനെ തന്നെ ഇപ്പം നമ്മുടെ ചാനലിലെ ഇപ്പോൾ അജിംഷാദ് ചോദിക്കില്ല, ബാക്കിയുള്ള എല്ലാ ചാനലുകളിലെ ആങ്കർമാർ ചോദിക്കാവുന്ന അടുത്ത ഒരു നയം എന്ന് പറയുന്നത്, നിങ്ങളുടെ സഖാവല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരാണോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഇരട്ട മുഖമുള്ള വാളുമായി അവർ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്.
ചോദിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ മറ്റൊരു ചാനലിലിരുന്ന്, ഞാൻ പേര് പറയുന്നില്ല, പണ്ട് CPM-ൻ്റെ ഒക്കെ സഹയാത്രികനായിരുന്ന ഒരാൾ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് അവരൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ആ നരേറ്റീവ് എന്താണെന്നറിയുമോ ജിഷാബേ? 20.5 കോടിയും 22 കോടിയും ഒക്കെ എങ്ങനെയാണ് നിസ്സാര തുകയായി പിണറായി വിജയന് മാറിയതെന്നാണ്. ആങ്കർ ചോദിക്കുന്നില്ല, ആരും ഇടപെടുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന് തൊട്ട് മുമ്പ് ജയചന്ദ്രൻ സാർ നിന്നിട്ടുള്ള ഒരു ചർച്ചയിലാണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്താ. പിണറായി വിജയൻ പറഞ്ഞത് അവർക്ക് വലിയ സ്വത്തൊന്നുമില്ലെന്നും ഈ പറയുന്ന 10 ലക്ഷം രൂപയുടെയും അതുപോലെയുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ 22 കോടി രൂപയുമായി കണക്ട് ചെയ്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർക്ക് 22 കോടി രൂപ ചെറുതായോ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം മാത്രം കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു എന്ന് ചിന്തിക്കും. ഇപ്പം നമ്മളെപ്പോലെയുള്ള കുറേ ആളുകൾ ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ മുഴുവനായി കേൾക്കും. പക്ഷെ മുഴുവനായും കേൾക്കാത്തവരുടെ പുറത്തേക്ക് മാസപ്പടി വേർഡ് കോയിൻ ചെയ്ത പോലെ, ഈ പറയുന്ന കടക്കുപുറത്ത് കോയിൻ ചെയ്ത പോലെ കൃത്യമായി 20.5 കോടി രൂപ പിണറായി വിജയന് കുറഞ്ഞ എമൗണ്ടായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കാനുള്ള നരേറ്റീവ് ബിൽഡ് ചെയ്യാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് സോഷ്യൽ മീഡിയയുടെ ശക്തി CPM തിരിച്ചറിയുകയും അവിടെ വളരെ സ്ട്രോങ് ആയി ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ചെയ്താൽ ഉള്ള ഗുണം എന്താണെന്ന് മനസ്സിലായല്ലോ. BJP-യെ പോലും തകർത്തെറിയാൻ കഴിയുന്ന ഒരു ശക്തിയായി CJP എങ്ങനെയാണ് മാറിയെന്ന് കണ്ടു. അവരുടെ റൈറ്റ് വിങ് മീഡിയകൾക്കും അവർ വിലക്കെടുത്ത മീഡിയകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതാകുന്ന കാലം കണ്ടു. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലേക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയും അതിൻ്റെ പാർട്ടി സഖാക്കളും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഈ സത്യം ജനങ്ങൾ അറിയും, നുണക്കഥകൾ പൊളിഞ്ഞു പോകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ സിസ സോമത്തിൻ്റെ കഥകൾ പൊളിഞ്ഞതുപോലെ അത് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരുതല മൂർച്ചയുള്ള ഒരു ഉപകരണമായി ഇവരെന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ട് ഉപയോഗിക്കും. ഒരു സംശയവും വേണ്ട. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. വീണ വിജയനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും വ്യക്തിപരമായി അവരെ അല്ല ടാർഗറ്റ് CPM ആണ്. അതുകൊണ്ട് CPM ഒരിക്കലും അറച്ചു നിൽക്കാതെ കൃത്യമായി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങണം. അതിൽ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം. ആ പറഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പം തന്നെ അജീബ് ഷാദ് ഈ ഇതിൻ്റെ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചു, ലൈസൻസ് കിട്ടിയില്ല. ഉടനെ തന്നെ ഒരു പ്രചരണം വരികയാണ്, ഇതാ കള്ളത്തരം, ഷെൽ കമ്പനി. യഥാർത്ഥത്തിൽ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. 10 ലക്ഷം രൂപ കൊടുക്കുന്ന പല കമ്പനികളും, ഞാൻ ഈ എറണാകുളത്തും അതുപോലെ കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ ഞാനൊരു 50 കമ്പനി കാണിച്ചു തരാം. വല്ലപ്പോഴും തുറക്കുകയും വല്ലപ്പോഴും അടക്കുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇടക്ക് തുറന്ന് അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് അത് അടച്ചിടുകയും ചെയ്യും. കാരണം അത്രേ പണിയുള്ളൂ അവിടെ. അതല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാതെ അത് വല്ലപ്പോഴും തുറക്കുന്ന, വല്ലപ്പോഴും അടക്കുന്ന, അവിടെ ആളുകളൊക്കെ വല്ലപ്പോഴും വന്നിട്ട് പോകുന്ന, പ്ലസ് ഈ പറയുന്ന പോലെ ഒരു പഞ്ചായത്തിലെ ലൈസൻസ് കിട്ടാത്ത വളരെ ഡൂബിയസ് ആയിട്ടുള്ള, വളരെ ഈ പറഞ്ഞ പോലെ ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ഒരു ഷെൽ കമ്പനി ആകണമെങ്കിൽ ആ ഷെൽ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുമല്ല എന്നുള്ളത് ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കണം. ഈ പൊതുജനങ്ങളുടെ സാധാരണക്കാരൻ്റെ അറിവില്ലായ്മകളെയും ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് എന്ന് പറയുന്ന തെറ്റിദ്ധാരണകളെയും ഒക്കെ തന്നെ മുതലെടുക്കാൻ വേണ്ടി മനോരമ ഈ പറഞ്ഞ പോലെ പല പത്രങ്ങളും പല മാധ്യമങ്ങളും തന്നെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം, ഇതിൽ പകുതിയോളം വരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. ഇപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് ഒരു ചാനലിനെതിരെ വന്ന കള്ളക്കഥ ഉണ്ടായിരുന്നല്ലോ. എന്താണ്? 126 കോടി രൂപ മോഷ്ടിച്ചു, അത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. ആരുടെ പണം മോഷ്ടിച്ചു? ഞാൻ 2-3 ചാനലുകളിരുന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. എൻ്റെ അജീബ് ഷാദ് അവർക്ക് പോലും അറിയില്ല ഇത് ആരുടെ പണം ആര് തട്ടിയെടുത്തു എന്ന്. അതായത് പുള്ളിയുടെ പണം പുള്ളി തന്നെ തട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു? തട്ടിപ്പ് നടത്തിയോ? അപ്പം അത്തരത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മാധ്യമ പ്രവർത്തനമല്ല, അധമ പ്രവർത്തനമായി മാറിയിരിക്കുന്നു എന്നുള്ള ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടെ അജണ്ടകളുണ്ട്. അവരുടെ ഈ പറയുന്നത് പോലെ ആമാശയപരമായിട്ടുള്ള പല അജണ്ടകളുമുണ്ട്. ആ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ CPM-നെ കല്ലെറിയാതിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കഴിഞ്ഞ 10 കൊല്ലം CPM ഇവിടെ ഭരിച്ചിട്ടും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണമില്ലാത്ത, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാശിൻ്റെ, ഒരു 5 രൂപയുടെ പോലും അഴിമതി ആരോപണം കൃത്യമായി ഉന്നയിക്കാൻ പറ്റാത്ത ആളുകൾ എന്തൊരൊക്കെ അസംബന്ധം. 10 ലക്ഷം രൂപയുടെ ഒരു കമ്പനി തുറക്കുന്നത് മഹാകാര്യമാണെന്നും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നത് വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുമല്ല. പക്ഷേ ഈ പ്രചരണം നയിക്കാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ യൂത്തായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാകും. ആ പ്രചരണം നയിക്കാനുള്ള ശക്തി, അതിൻ്റെ മിടുക്ക് CPM കാണിച്ചില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും തിരിച്ചടിയാകും. അതുകൊണ്ട് അതുകൂടി കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും